മുക്കുറ്റിയുടെ ഔഷധഗുണങ്ങൾ. ആയുർവേദത്തിൽ മുക്കുറ്റിയുടെ സ്ഥാനമെന്തെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞൊതുക്കാൻ പറ്റുന്നതല്ല. എല്ലാ ഭാഗവും സമൂലം ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് മുക്കുറ്റി. ഇതിനെ തീണ്ടാനാഴി എന്നും വിളിക്കുന്നു. മുക്കുറ്റിയുടെ വിത്തരച്ച് വ്രണത്തിൽ പുരട്ടിയാൽ വ്രണം എളുപ്പത്തിൽ ഉണങ്ങും. സമൂലം അരച്ചിട്ടാൽ 2-3 ദിവസം കൊണ്ട് ആ വ്രണം കരിഞ്ഞു പോകുന്നത് കാണാം. മുക്കുറ്റിയുടെ ഇലയരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ വയറിളക്കം ശമിക്കും. 3 മുതൽ 60 ഗ്രാം വരെ മുക്കുറ്റി വേര് അരച്ച് ദിവസവും 2 നേരം കഴിച്ചാൽ ഗോണേറിയ ശമിക്കും. മുക്കുറ്റിയുടെ ഇലയും പച്ചരിയും ശർക്കരയും ചേർത്ത് കുറുക്കി പ്രസവിച്ച് 15-ാം ദിവസം തുടങ്ങി 3 ദിവസം കൊടുത്താൽ ഗർഭാശയശുദ്ധി ലഭിക്കും. മുക്കുറ്റി സമൂലമെടുത്ത് അരച്ച് തേനിൽ ചേർത്ത് കഴിച്ചാൽ ചുമ, കഫക്കെട്ട്, പാർശ്വശൂല എന്നിവ ശമിക്കുന്നതാണ്. 5 മുക്കുറ്റി 5 കുരുമുളക് ചേർത്തരച്ച് കഴിച്ചാൽ ആസ്മയ്ക്ക് നല്ലതാണ്. സ്ത്രീകൾക്ക് വരുന്ന ബ്ലീഡിംഗ് നിർത്താൻ മുക്കുറ്റി വളരെ ഫലപ്രദമാണ്. ചതച്ച നീര് നെറുകയിൽ ഇറ്റിച്ചാൽ മതി. പാലിൽ കഴിക്കാം. അതുപോലെ പൊക്കിളിൽ തളം വയ്ക്കാം. നാഭിയിലൊഴിച്ച് വിശ്രമിച്ചാൽ ബ്ലീഡിംഗ് അപ്പോൾ തന്നെ നിൽക്കും. 5 മുക്കുറ്റി 5 കുരുമുളക് ചേർത്തരച്ച് കഴിച്ചാൽ 21 ദിവസം കൊണ്ട് കടുത്ത ചുമ മാറും. 5 മുക്കുറ്റി 5 കുരുമുളക് ചേർത്തരച്ച് 1 മാസം തുടർന്ന് കഴിച്ചാൽ രോഗപ്രതിരോധശേഷി കൂടും. ജനിച്ച് 10 ദിവസമായ കുട്ടിക്ക് 1 മുക്കുറ്റിയും 1 കുരുമുളകും അരച്ച് തിളപ്പിച്ചാറിയ ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ശുദ്ധമായ കൈകൊണ്ട് നാവിൽ വെച്ചുകൊടുത്താൽ ആ കുട്ടിക്ക് കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമുണ്ടാവില്ല. 5 മുക്കുറ്റി 5 കുരുമുളക് പ്രയോഗം ശ്വാസകോശ അർബുദത്തിന് ഏറ്റവും നല്ല പ്രയോഗമാണ്. ഇത്രയും ഔഷധഗുണമുള്ള ചെടി ഇനി കളയരുത്. രുചിക്കൂട്ടുകളുടെ വൈവിധ്യമറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടേസ്റ്റി വേൾഡ്